മനസ്സേ മനസ്സേ നീ ഒന്നു കേൾക്കൂ മനസ്സേ മായ മറയത്തു ദൂരെ പറന്നേ പോയാൽ ഞാൻ എന്തു ചെയ്യും തിരികെ വരാമോ ഇതിലേ വീണ്ടും വീണ്ടും എന്തിനു വെറുതെ ഓർമ്മയിലൂടെ ഒഴുകുന്നു വീണ്ടും വീണ്ടും എന്തിനു വെറുതെ നോവിൻ കടലായി മാറുന്നു മനസ്സേ മനസ്സേ നീ ഒന്നു കേൾക്കൂ മനസ്സേ മായ മനസ്സേ കേൾക്കൂ സ്കൂളിലേക്ക് നമ്മുടെ 2000 ബാച്ചിന്റെ 25 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കൂട്ടുകാരും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുമായിട്ട് നമ്മൾ വീണ്ടും ഒരു ദിവസം കണ്ടെത്തി ഒന്നിക്കുകയാണ്. അപ്പൊ നമുക്ക് പരിപാടിയിലോട്ട് പോകാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. കൈവിടാതിന്നു ഞങ്ങളെ നാവികന്നി ഭവാദിക്കോരാവിവൻ തോടി നിൻപദം ദൈവമേ കാത്തുകൊള്ളുന്ന കൈവിടാതിന്നു ഞങ്ങളെ നാവികന്നി ഭവാദിക്കോരാവിവൻ തോടി നിൻപദം. നമ്മുടെ ഈ യാത്രയില് ഇന്ന് നമ്മൾക്കിപ്പോ ഇല്ലാത്ത അധ്യാപകരുണ്ട്. എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ നജീബ ടീച്ചർ. നമ്മുടെ ഏത് ഫംഗ്ഷനും നമ്മൾ പറഞ്ഞാൽ ആ നിമിഷം ഓടിയെത്തുന്ന ഒരു ടീച്ചറായിരുന്നു. അതോടൊപ്പം നമ്മുടെ വാസവി സാറ്, രമണ ഗ്രൂപ്പ് സാർ, അങ്ങനെ അവർക്ക് വേണ്ടി അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ഒരു നിമിഷം നമ്മുടെ അപ്പോൾ നമ്മളുടെ ഇത്രയും നമ്മളെ കംഫർട്ടാക്കി വെച്ച നമ്മളെ ടീച്ചേഴ്സ് അവരും ഇവിടെ നമ്മോടൊപ്പം ചേരാൻ വന്നിട്ടുണ്ട്. ഓരോരുത്തരായി നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ സാർമാരെയും സ്വാഗതം ചെയ്യാം.
ആദ്യമായി വീര ടീച്ചർ. ഇനി നമ്മുടെ ലതികാബായി ടീച്ചർ. മധു സാർ. മുരളി സാർ. പിന്നെ നമ്മുടെ ജീവരാജ് സാർ. ഇനി നമുക്ക് എല്ലാവരെയും വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാം. സുരേഷ് സാറിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്.
വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ സംസാരിക്കുകയാണ്. എല്ലാവരും വേദിയിലേക്ക് വന്നിരിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപക സുഹൃത്തുക്കളെ, ഏറെ വർഷങ്ങൾക്ക് ശേഷം ഈ പഠിപ്പിച്ച സ്ഥാപനത്തിലേക്ക് വരാനും അധ്യാപകരോടും ഇവിടെ പഠിച്ച കുട്ടികളോടും, കുട്ടികളിപ്പോൾ കുട്ടികളല്ല, കുട്ടികളോടും സംവദിക്കാനും കഴിയുന്നതിൽ അതിയായ സന്തോഷമാണ്. ആ സന്തോഷം വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അതിയായ സന്തോഷമുണ്ട് എന്ന് മാത്രം പറയാം. പക്ഷെ ആ സന്തോഷം വളരെ വളരെ വലുതാണ്. പലപ്പോഴും കുട്ടികളെ വഴിയിൽ വെച്ച് കാണുമ്പോൾ തിരിച്ചറിയത്തില്ല. ഇപ്പൊ ഈ സംഗമത്തിൽ വിളിച്ചിരിക്കുന്നതുകൊണ്ട് ഈ വന്നതെല്ലാം നമ്മുടെ കുട്ടികളാണെന്ന് അറിയാം. മറ്റത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് വഴിയിൽ വെച്ച് കണ്ടാൽ ചിലപ്പോ പഠിപ്പിച്ച കുട്ടിയാണെന്ന് അറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും, ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ധരിക്കും, പോണ പോക്കുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ. അത് അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ചെയ്യേണ്ടത്, കുട്ടികളായ നിങ്ങൾക്ക് നമ്മളെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, എന്തായാലും പ്രായമാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് പ്രതികരിച്ചാൽ, നിങ്ങൾ ഇന്ന ആളാണ് എന്ന് പ്രതികരിച്ചാൽ അത് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് സംസാരിക്കാനും പരിചയപ്പെടാനും സന്തോഷം പങ്കിടാനും ഒക്കെ കഴിയും. അല്ലാതെ കുറച്ചു കാലം കഴിയുമ്പോൾ കുട്ടികളായി നിങ്ങൾ കുട്ടികളാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ പ്രായം മാറുന്നതിനനുസരിച്ച് രൂപവും ഒക്കെ മാറും. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ അഭ്യർത്ഥന നടത്തുന്നത്. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ, എപ്പോഴെങ്കിലും കണ്ടു കിട്ടിയാൽ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാനും സംസാരിക്കാനും തോന്നണം. അങ്ങനെ പരിചയപ്പെട്ടാൽ അത് വളരെ നല്ല അനുഭവമായി. എനിക്ക് പലപ്പോഴും നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂളിൽ, അതായത് പാലച്ചിറ സ്കൂളിലാണ് എൻ്റെ ചെറുകുട്ടിയെ കൊണ്ട് ആ സ്കൂളിലാക്കിയിട്ട്, പാലച്ചിറ കിഡ്സ് പാലസ് എന്ന് പറയുന്ന സ്കൂളിൽ ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് വന്ന് വണ്ടിയിലേക്ക് കയറുന്നു. അപ്പോൾ ഒരു വണ്ടി എൻ്റെ അടുത്തുകൂടി ക്രോസ് ചെയ്ത് പോയി ആ വണ്ടി കുറച്ച് മുന്നിൽ നിർത്തിയിട്ട് ഒരു കുട്ടി ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഞാൻ സാറിൻ്റെ കുട്ടിയാണ്, സാർ പഠിപ്പിച്ച കുട്ടിയാണ്, പിന്നെ വർഷം എന്നൊക്കെ പറഞ്ഞ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ കോളേജ് അധ്യാപികയാണ്. അത് കേൾക്കുമ്പോൾ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ജീവിത നിലവാരം വളരെയധികം നന്നായി പോയി കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നല്ല ഒരു സുഖമാണ്, നല്ലൊരു സന്തോഷമാണ്. നമ്മൾ പഠിപ്പിച്ച കുട്ടി ഇങ്ങനെ ആയി, ഇത്ര നല്ല നിലയിലായി എന്നൊരു സന്തോഷം ഉണ്ടാകും. നല്ല നിലയിലായാലും അല്പം നോർമലായിട്ടുള്ള നിലയിലായി, ഏതായാലും കുട്ടികൾ വന്ന് നമ്മളോട് പരിചയപ്പെട്ട് അവരോട് സംസാരിക്കാൻ കഴിയുമ്പോൾ നല്ല ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ നല്ല ഒരു ആശ്വാസമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ച് പല കുട്ടികളെയും കണ്ടുമുട്ടുമ്പോൾ ഇതുപോലെ പിന്നെ അത് പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലരൊക്കെ അത് അവരുടെ കുറ്റമല്ല, അതൊരു നേച്ചറാണ്. അധ്യാപകനോട് വന്ന് സംസാരിക്കാൻ എന്തോ ചമ്മലോ എന്തോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകും. അങ്ങനെ പോകുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്നത് ധരിക്കില്ല, നമ്മൾ അറിയാതെ ആണ് പോകുന്നത്. അപ്പോൾ കുട്ടികളത് ധിക്കാരം കൊണ്ട് പോകുന്നതല്ല, അത് ഓരോരുത്തർക്കും ഓരോ നേച്ചറാണ്. വന്ന് പരിചയപ്പെടാൻ ഒരു പ്രയാസം, എന്താ വേണോ വേണ്ടേ എന്നുള്ള സംശയത്തിൽ അപ്പോഴേക്കും കടന്നുപോയി. അപ്പൊ അതുകൊണ്ട് പരിചയപ്പെടാൻ ആരും മറക്കരുത്. ഇപ്പൊ ഈ കണ്ട കുട്ടികളെ തന്നെ ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് വഴിയിൽ വെച്ച് കണ്ടാൽ ചിലപ്പോ പെട്ടെന്ന് തിരിച്ചറിയില്ല. ഇപ്പൊ നിങ്ങളെ കണ്ടതുകൊണ്ട് കുറച്ചു കാലത്തേക്കൊക്കെ തിരിച്ചറിയാം. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്കൂളിലായിരിക്കുമ്പോൾ നിങ്ങളോടൊക്കെ ചിലപ്പോ ദേശത്തിലൊക്കെ പെരുമാറിയെന്നിരിക്കും അധ്യാപകർ. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആണെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ സംസാരിച്ച കൂട്ടത്തിൽ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു അനുഭവങ്ങൾ, അന്നുള്ള അനുഭവങ്ങൾ. അപ്പൊ ആ അനുഭവങ്ങള് ഒരുപക്ഷെ കുട്ടികളോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ വഴക്ക് പറയുന്നത് ഒക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അന്ന് മനസ്സിലായിരുന്നു. ചിലപ്പോൾ മനസ്സിലാകാത്ത പ്രായമില്ല, ചെറിയ കുട്ടികളാണ്. പിന്നീട് അത് നല്ലതാണ് എന്ന് മനസ്സിലാകും. അങ്ങനെ പിന്നീട് കാണുമ്പോൾ ആ കുട്ടികൾക്ക്, അതുപോലുള്ള കുട്ടികൾക്ക് വളരെയധികം സ്നേഹവുമായി.
ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈ കുട്ടികളാണ്. കുട്ടികളെ ഇങ്ങനെ കണ്ടുമുട്ടുന്നതിലുള്ള സന്തോഷവും അതിലുള്ള സംതൃപ്തിയുമാണ് ഒരു അധ്യാപകൻ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് എന്നാണ് നമുക്ക് പറയാം. മറ്റാർക്കും ഇതുപോലെ ഒരു പരിചയ സമ്പത്ത് ഉണ്ടാകുവാൻ വഴി മറ്റ് ഉയർന്ന നിലയിലൊക്കെ പോയിട്ടുള്ള പലർക്കും, നമ്മളെക്കാൾ ഉയർന്ന നിലയിലെത്തിയിട്ടുള്ള പലർക്കും ഈ അധ്യാപകർക്ക് കിട്ടുന്നത് പോലെയുള്ള ഒരു സന്തോഷം പകരുന്ന നിമിഷങ്ങൾ വളരെ കുറവായി. അധ്യാപകർക്കാണെങ്കിൽ അത് വളരെ കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ അധ്യാപനം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു തൊഴിലായിട്ട് ഞാൻ കാണുന്നു, ഇപ്പോഴും അത് കാണുന്നു. അതിൻ്റെ പ്രത്യേകത ഇതാണ്, എവിടെ ചെന്നാലും ഒരു കുട്ടി അവിടെ ഉണ്ടാകും. ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു കുട്ടി അവിടെ ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അധ്യാപകന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ സംഗമം പിന്നെ 2000-ലാണ്. അപ്പോൾ 25 വർഷത്തിന് ശേഷമാണ് ഈ സംഗമം നടക്കുന്നത്. ഇങ്ങനെ കുറേ സംഗമങ്ങളുടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന അത്രയും കാലത്ത് എല്ലാവരും ആ സംഗമം നടക്കുമെന്ന് എനിക്ക് അറിയില്ല. എഴുതി വെച്ചേക്കുമായിരുന്നു, വിളിച്ച് പറയാമായിരുന്നു സംഗമം നടത്തണം. ഇവിടെ 10-15 വർഷക്കാലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഈ സ്കൂളിൽ. അത് നമുക്കൊക്കെ വടക്കായിരുന്നു. പിന്നെ പലയിടത്തും പോയി. ഇവിടെ 10 വർഷക്കാലം. അപ്പൊ ഏറ്റവും കൂടുതൽ വർഷം പല സ്കൂളിലും വർക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വർഷം ജോലി ചെയ്തത് ഈ സ്ഥാപനമാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തോട് എന്നും ഒരു പ്രത്യേകമായ ഒരു മമത ഉണ്ടാകും. മറ്റുള്ളതിനില്ല എന്നല്ല. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത സ്ഥാപനം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥാപനം. കോഴിക്കോട് മുതൽ ഇങ്ങോട്ട് പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. കോഴിക്കോടും ഇതുപോലെ സംഗമത്തിൽ പോയിട്ടുണ്ട്. നല്ല അനുഭവങ്ങളാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ വരുന്നതിനേക്കാൾ കുറച്ചുകൂടി മുന്നെയാണ് കോഴിക്കോട് ജില്ലയിലേക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികൾ കുറെ കൂടെ പ്രായമായവരായിരുന്നു. കാരണം ഇവിടെ വരുന്നതിന് മുന്നെയാണ് 10 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ 1-2 പ്രാവശ്യം ഇപ്പോൾ സംഗമത്തിൽ പോയിട്ടുണ്ട്. വളരെ നല്ല അനുഭവമാണ്. ഈ സ്കൂളിൽ തന്നെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. നല്ല അനുഭവങ്ങളാണ്. ആ നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഇനിയും അവസരം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും എല്ലാവരോടും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരോടും ഇപ്പൊ വന്നപ്പോൾ തന്നെ എല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞു കാണില്ല. ചിലരോടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇങ്ങനെ വരുമ്പോൾ ആരെയൊക്കെയാണ് കണ്ടുമുട്ടിയെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ ഇങ്ങനെ ഒത്തുകൂടുന്നതിൽ വളരെയധികം സന്തോഷം നിങ്ങളോടൊപ്പം ഞങ്ങൾക്കുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഗമം വളരെ നന്നായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അടി കൊണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ട് കല്യാണിച്ച് ആഗ്രഹം കൊണ്ട് ചോദിച്ചു വരും. ഒരേ ഒരാളെ സാറ് പറഞ്ഞത് കുറച്ച് എനിക്ക് തോന്നുന്നത് 2000-ലൊക്കെ ഞാൻ കുറച്ച് അടിക്കുമായിരുന്നു എന്നാണ്. അങ്ങനെ ഈ അടിക്കുന്നത് ഒരു മോശമായ പ്രവൃത്തിയാണെന്ന് തോന്നിയത് കൊണ്ടാണെന്ന് 2009 ഞാൻ ഈ പഠിപ്പിയിൽ അവസാനിപ്പിച്ചു. 91-ലാണ് ഞാൻ ഈ സ്കൂളിൽ വരുന്നത്. 2009 ഇവിടെ വിട്ടു. അതിന്റെ കറക്റ്റ് സെന്ററാണ് നിങ്ങൾ. 18 കൊല്ലത്തിന്റെ 9-ാം വർഷമാണ്. 2009 ശേഷം പോയിട്ട് എന്ത് തൊഴിലാണോ ചെയ്യുന്നത് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ദിവ്യനെ വിളിച്ചു. ദിവ്യ വിളിക്കുമ്പോ ദിവ്യയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്നു ദിവ്യയാണെന്ന് പറഞ്ഞു. അപ്പോഴും അറിഞ്ഞില്ല. ബീജത്തിൽ പരിചയപ്പെടുത്തിയപ്പോഴാണ് 9 മെലിഞ്ഞ ദിവ്യയാണ് തിരിച്ചറിഞ്ഞു. പക്ഷെ പലരെയും തിരിച്ചറിയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണുമ്പോ അറിയില്ല. പക്ഷെ നിങ്ങളെ ചിരി കാണുമ്പോ പഴയ ഓർമ്മ. പിന്നെ അന്ന് എനിക്കുള്ളൊരു വീക്ക്നെസ് പലരുടെയും പേരുകൾ അന്നും അറിഞ്ഞിട്ടായിരുന്നു. ഇപ്പോഴും കേട്ടതൊക്കെ ഓർമ്മ വരുന്നു. രമ്യയുടെയൊക്കെ പേരാണ്. രമ്യയെ കഴിഞ്ഞ വർഷം ഞാൻ ജോലിയുടെ ഭാഗമായി രമ്യയുടെ സ്കൂളിൽ പോയിരുന്നു. അപ്പൊ രമ്യയുടെ അധ്യാപികയാണ്. പാലുള്ള ചെറിയ സ്കൂളിൽ ഓഡിറ്റ് ചെയ്യാൻ പോയിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ പിന്നീട് ഇവിടെ ഒരു സംഘടന കുറേ സംഘങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നിനും വന്നിട്ടുണ്ട്. ഇത് എന്റെ ഒരു ഓർമ്മയിൽ 2ാമത് പേര്
വരാനുള്ള കാരണം ദിവ്യയുടെ വിളി അങ്ങനത്തതായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ തൃശ്ശൂർക്ക് പോകാനിരുന്ന നാളെ രാവിലെ അവിടെ ഒരു സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്നുള്ള സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ ആയിട്ട് ഓർഗനൈസേഷൻ നടക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഇപ്പൊ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന ജനപ്രതിനിധികളെ സംബന്ധിച്ച് അവർക്ക് പദ്ധതി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്, അത് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. അത് ആ രീതിയിൽ പഠിച്ചവർക്ക് മാത്രമേ പഞ്ചായത്ത് മെമ്പറായി സേവനം അനുഷ്ഠിക്കാൻ പറ്റൂ. പണ്ടത്തെ പോലെയല്ല. അപ്പൊ അവരുടെ ട്രെയിനിങ് ഈ ആഴ്ച സ്റ്റേറ്റ് ലെവൽ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഭാരിച്ച വർക്കുകൾ ഇന്ന് രാവിലെ പോകാനിരുന്ന ഞാനാണ്. അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് 73-74 കൂടി അറിയാം. 73-74 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഇന്ത്യ മൊത്തം പഞ്ചായത്ത് രാജ് വന്നു എങ്കിലും കേരളത്തിൽ മാത്രമാണ് അധികാരം പഞ്ചായത്തുകൾക്ക് കൈമാറിയിട്ടുള്ളത്, പണവും കൈമാറിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും പഞ്ചായത്തുകൾക്ക് അധികാരമില്ല, അവിടെയൊന്നും പണവുമില്ല. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിന്റെ 40% തുക, ഏതാണ്ട് പകുതി ഡയറക്റ്റ് നമ്മുടെ പഞ്ചായത്തിലേക്കാണ് വരുന്നത്. ആ പഞ്ചായത്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. 5 ദിവസം തുടർച്ചയായ ക്ലാസ് ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മെമ്പർമാർക്കും ഉണ്ട്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ബാച്ച് തെരഞ്ഞെടുത്തവർക്കും ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അത് തുടരുകയാണ്. അതുപോട്ടെ, നിങ്ങളെ കാണുമ്പോൾ ഓർമ്മിക്കുന്നത് ചിരി കാണുമ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത്. പണ്ട് ഒരിക്കൽ ഞാൻ ആനാവ് സ്കൂളിലായിരുന്ന സമയത്ത് നമ്മൾ 3 പേരും കൂടി സ്കൂളിന്റെ ഒരു ആവശ്യത്തിന് വക്കീലിനെ കാണാൻ പോയപ്പോ കൂട്ടത്തിലുള്ള ഒരു സാറ് പറഞ്ഞ് അവനെ ഞാൻ പഠിപ്പിച്ചതാണ്. ആ വക്കീലിനെ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തിരിച്ച് അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാർ എന്താണ് പഠിപ്പിച്ചത്, എന്തിനാണ് പഠിപ്പിച്ചത്, എന്താണ് പഠിപ്പിച്ചത്? അത് വെച്ച് ഓർമ്മിക്കുമ്പോ ഞാൻ നിങ്ങൾക്കൊരു സെന്റൻസ് പറഞ്ഞു. ഉദാഹരണത്തിന്, നിങ്ങളെ ഞാൻ അവസാനം കാണുമ്പോ നിങ്ങളെക്കാൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായത്തേക്കാൾ കുറവാണ് എന്റെ പ്രായം. പറഞ്ഞത് വ്യക്തമേ. നിങ്ങളെ അവസാനം ഞാൻ കാണുമ്പോ നിങ്ങളുടെ പ്രായത്തേക്കാൾ കുറവാണ് എന്റെ പ്രായം. ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രായത്തെക്കാൾ കുറവാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോ എത്ര വയസ്സുണ്ടോ അതിനേക്കാളും കുറവാണ് എന്റെ അന്നത്തെ വയസ്സ്. ഇത് കണക്ക് പഠിച്ച ഒരു സാറാണ് പറയുന്നതെങ്കിൽ ഇതെങ്ങനെ പറയും? ഇത് ഭാഷയാണ്. ഇതിൽ നിങ്ങൾക്ക് വ്യക്തത വന്നു. ഈ കണക്ക് എന്തിനാണ് പഠിച്ചതെന്ന് പറയാം. നിങ്ങളെക്കാൾ കുറവാണ് എന്റെ പ്രായം എന്ന് പറഞ്ഞു. പക്ഷെ ആശയം വ്യക്തമാണ്. ഇനി ഞാൻ അത് വേറെ കണക്ക് ഭാഷ എന്നത് പറയുന്നത് ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ അന്ന് കാണുമ്പോ ഇപ്പൊ നിങ്ങളെ പ്രായത്തെക്കാളും 3 വയസ്സ് ഇളയതാണ് ഞാൻ. നിങ്ങളെല്ലാം കാണുമ്പോ ഇപ്പൊ നിങ്ങളെ വയസ്സില്ലേ, അതിനേക്കാളും 3 വയസ്സ് ഇളയതായിരുന്നു ഞാൻ. ഇപ്പൊ വ്യക്തമായില്ലേ? അതാണ് കണക്കിന്റെ ഉപയോഗം. ജീവിതത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുക. ഓരോന്ന് പഠിപ്പിക്കുമ്പോഴും അതിൻ്റെതായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. പിന്നീട് ഈ വിളിച്ചതിലുള്ള സന്തോഷം സാർ പറഞ്ഞതുപോലെ തന്നെ ആവർത്തിക്കുന്നില്ല. കണ്ടതിൽ സന്തോഷം. വീണ്ടും കാണുക, വീണ്ടും കാണാം, വീണ്ടും അടുത്ത വർഷം ഒന്നുകൂടി നമുക്ക് ഒത്തുകൂടാം, വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സർവീസ് ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ച് നമ്മൾ ഒരു 25 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വേദിയിൽ കണ്ടുമുട്ടുന്നത്. ഇതിൽ പലരെയും എനിക്ക് അറിയാം, പേരൊക്കെ അറിയാം. പക്ഷേ പലരുടെയും പേരെനിക്ക് അറിയില്ല. പലരുടെയും രക്ഷകർത്താവിനെ എനിക്കറിയാം, അവരെവിടെ താമസിക്കുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും ഇവിടെ ഇരിക്കുന്ന പലരുടെയും പേര് എനിക്കറിയില്ല, ചോദിച്ചാൽ എനിക്കറിയില്ല. അതെന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതും പ്രകൃതി നമുക്ക് തരുന്നതുമായ ദുഃഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും ലോകത്ത്
ഇന്ന് ജീവിക്കുന്ന നിങ്ങൾക്ക്, നിങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ചും നമ്മുടെ സ്കൂൾ ജീവിതകാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതൊരിക്കലും നമുക്ക് മറന്നു പോകാൻ സാധിക്കില്ല. നമ്മളിനി എവിടെയൊക്കെ ഏതെല്ലാം നിലയിൽ എത്തിച്ചേർന്നാലും നമ്മുടെ സ്കൂൾ ജീവിതകാലം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. അത്ര കണ്ട് സുന്ദരമാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ഈ പ്രായങ്ങളിലാണ്. സ്കൂൾ വിട്ടുപോകുന്ന സമയം തൊട്ടാണ് നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇന്ന് ലോകം വളരെ മാറിയിരിക്കുന്നു. ലോകം എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൺസ്ട്രക്ഷൻ, ഈ സ്കൂൾ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ഈ സ്കൂൾ എങ്ങനെയായിരുന്നു, ഇന്ന് ഈ സ്കൂളിന്റെ രീതികൾ എങ്ങനെ പോകുന്നു, എങ്ങനെ ഇരിക്കുന്നു, കണ്ടിട്ട് മാറ്റം വളരെ പ്രകടമാണ്. ഈ നിർമ്മിതികളിൽ മാത്രമല്ല മാറ്റം വന്നിട്ടുള്ളത്, ആകെ മനുഷ്യന്റെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ, കുട്ടിയുടെയും മുതിർന്നവരുടെയും ഒക്കെ മനസ്സിൽ ഈ മാറ്റം ഇന്ന് പ്രകടമാണ്. 25 വർഷത്തിന് മുമ്പ് നമ്മൾ അനുഭവിച്ചിരുന്ന ആ ഒരു രീതികളൊന്നുമല്ല 25 വർഷത്തിന് ശേഷം നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ രക്ഷാകർത്താക്കൾ നിങ്ങളെ വളർത്തിയപ്പോൾ ഇത്ര ടെൻഷൻ നിങ്ങൾ അനുഭവിച്ചു കാണില്ല. പക്ഷെ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ വളർത്തുമ്പോൾ തീർച്ചയായിട്ടും അന്ന് അവർ അനുഭവിച്ചതിനേക്കാൾ വളരെയധികം ഒരു ഏറിയ ടെൻഷൻ നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇനിയും അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അത് ഇനിയും വർദ്ധിക്കും. കാരണം നമ്മൾ ഈ സമൂഹം ഊരാക്കുടുക്കുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് ആശ്വാസം തരുന്ന കാര്യങ്ങളാണ് ഇത്തരം കൂടിച്ചേരലുകൾ. നമ്മുടെ സ്കൂൾ ജീവിതകാലം, അധ്യാപകരെ കാണുന്നത് ഒക്കെ നമുക്ക് വളരെയധികം ആനന്ദം തരുന്ന, നിർവൃതി തരുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് വരുംകാലങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള നല്ല ഊർജം നേടി നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളെ അക്ഷരാർത്ഥത്തിൽ ആരോഗ്യകരമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സകലവിധ പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഈ സ്കൂളിൽ ഞാനൊരു 30 വർഷത്തോളം വർക്ക് ചെയ്തു. ഇതെന്റെ 4ാമത്തെ സ്കൂളാണ്. അധ്യാപന രംഗത്തിന്റെ 4ാമത്തെ സ്കൂളാണ്. 2010 ഞാൻ ഈ സ്കൂളിൽ നിന്ന് പുറത്തുപോയി, റിട്ടയർ ചെയ്തു പോയി. ഞാനും സ്റ്റേറ്റ് സാറും ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ സ്കൂളിന്റെ സ്റ്റെപ്പ് ഇറങ്ങി. ഒരാൾ അങ്ങോട്ടും പോയി, ഇങ്ങോട്ടും പോയി. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്നു. അന്നുണ്ടായിരുന്ന അധ്യാപകരെ പലപ്പോഴും കണ്ടുമുട്ടുന്നു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ എങ്ങനെ കണ്ടുകിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഊർജം അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നതിന് വളരെയധികം നന്ദി കൃത്യമായി പറഞ്ഞുകൊണ്ട് എന്നെ ഈ യോഗത്തിലേക്ക് അല്ലെങ്കിൽ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് മേൽക്കുമേൽ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ ചെറു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എൻ്റെ വിദ്യാർത്ഥികളെ, അങ്ങനെ ഞാൻ വിളിക്കാൻ പറ്റും, സുഹൃത്തുക്കളെ എന്ന് വേണം സംബോധന ചെയ്യുകയും. എങ്കിലും പറഞ്ഞു ആ ശീലം കിടക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളെ എന്ന് തന്നെ നിങ്ങളെ എപ്പോഴും ഞാൻ അഭിസംബോധന ചെയ്യും. അനൗചിത്യം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പൊ 2000 SLC കടന്നുപോയ നിങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. അന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരിൽ അവരുടെ പ്രതിനിധികളായി
നമ്മൾ ഇത്രയും പേര് ഹാജരായിട്ടുണ്ട്. ഈ നല്ല മുഹൂർത്തത്തിൽ പങ്കുചേരാൻ അതിനെന്നെ കൂടി ക്ഷണിക്കാൻ നിങ്ങൾ കാണിച്ച ആ നല്ല മനസ്സിന് നന്ദി അറിയിക്കട്ടെ. നിങ്ങളെപ്പോലെ ഈ വിദ്യാലയത്തിൽ തന്നെ പഠിച്ച് SSLC പാസ്സായ കടന്നുപോയ ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഹെഡായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ഭാഗ്യം. ആ ഭാഗ്യത്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു ഒരു ഭാഗ്യമായി കരുതുന്നു. അപ്പോ അന്നത്തെ അന്തരീക്ഷവും ചുറ്റുപാടും ഒന്നും അല്ല ഇന്ന് നമുക്ക്. അന്ന് നിങ്ങൾക്ക് ഈ ഓഡിറ്റോറിയം ഉണ്ടോ? ഇല്ല, ഈ ഓഡിറ്റോറിയം ഇല്ല. അതിന് ശേഷമാണ് ഈ ഓഡിറ്റോറിയം ഉണ്ടായത്. അന്ന് ഇവിടെ CHMലുള്ള ഈ അടുത്ത കാലത്ത് പൊളിച്ചു നീക്കിയ ഒരു ഓഡിറ്റർ കെട്ടിടം അത് ഞാൻ പഠിക്കുമ്പോഴും ഉള്ളതാണ്. ഈ ഭാഗത്ത് കുറച്ച് ഓട് മേഞ്ഞതും കുറെ ഭാഗം ടെറസായിട്ടുള്ളതുമായ കെട്ടിടവും അതുണ്ട്. 3 നില കെട്ടിടവുമുണ്ട്. പിന്നെ 2 ഷെഡുകൾ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? ഇവിടെ ഒരു വലിയ ഷെഡ് അപ്പുറം. അപ്പൊ ആ സാഹചര്യങ്ങളൊക്കെ മാറി ഇന്ന് നമ്മുടെ നെക്കാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് ഈ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിൽ തലയെടുപ്പോട് കൂടി നിൽക്കുന്ന, അതിന്റെ നിലവാരം കൊണ്ടും അംഗസംഖ്യ കൊണ്ടും തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. ഈ നാടിന്റെ അഭിമാനവുമാണ്. ഇവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവർക്ക് അതിന്റെ അഭിമാനത്തിനും അവകാശവും. ഞാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്ലാർക്കായിട്ടാണ് ഞാൻ ജോലി തുടങ്ങുന്നത്. 2 വർഷം സ്ഥിരം ജോലി തന്നെ, PSC നിയമനം തന്നെ. 2 വർഷം അവിടെ ജോലി ചെയ്തതിന് ശേഷം ആണ് ഞാൻ ഈ അധ്യാപക ജോലിയിലേക്ക് കടന്നു വന്നത്. അന്ന് ഞാൻ എൻ്റെ ഓപ്ഷൻ ഈ അധ്യാപനം തിരഞ്ഞെടുത്തതിൽ 2 അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഒന്ന്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അക്കാലത്ത് ശമ്പളത്തിന് പുറമെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വരുന്നൊരു ഡിപ്പാർട്ട്മെന്റാണ്. അത് വിട്ടിട്ടാണ് ഞാൻ ഈ ജോലി സ്വീകരിച്ചത്. ആ സ്വീകരിക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. ഇതുപോലുള്ള ഒരു അന്തരീക്ഷം, ഇതുപോലുള്ള ഒരു വേദി ഞാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു തുടർന്നിരുന്നതെങ്കിൽ ആയിരുന്നില്ല എന്നത് തന്നെയാണ് ഇതിലേക്ക് വരാൻ പ്രേരിപ്പിച്ച ഘടകം. ഞാൻ അധ്യാപകനായി വെള്ളനാട് സ്കൂളിലാണ് തുടക്കം. പിന്നെ 3-4 സ്കൂളുകൾ കറങ്ങിയാണ് ഏറ്റവും ഒടുവിലാണ് ഇവിടെ എത്തുന്നത് 1993. അതിനുശേഷം വിരമിക്കുന്നവരെ ഈ സ്കൂളിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം അധ്യാപന ജീവിതത്തിന്റെ കൂടുതൽ സമയവും ചെലവഴിച്ചത് ഈ സ്കൂളിൽ തന്നെ. അങ്ങനെ പല പല വർഷങ്ങളിൽ ഇതുപോലുള്ള നിങ്ങളെപ്പോലെ അതിനു മുമ്പും അതിനുശേഷവും പഠിച്ചിറങ്ങിയ നിരവധി വിദ്യാർത്ഥികളെ സമ്പത്തായി ലഭിച്ച ഭാഗ്യം എന്നെ സംബന്ധിച്ചിടത്തോളം അത് മറക്കാൻ കഴിയുന്നത് അല്ല. അന്ന് ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കും, പിന്നീട് ഫിസിക്സ് മാത്രമാക്കി. അന്നത്തെ രീതി അതാണ്. അന്ന് ഇംഗ്ലീഷ് പ്രത്യേക അധ്യാപകരില്ല, സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് ഇംഗ്ലീഷും കൂടി പഠിപ്പിക്കേണ്ടിയിരുന്നത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരുന്നു തോന്നുന്നു. അത് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു ഇല്ല. അപ്പൊ അന്ന് വേഴ്സ്വർത്തിന്റെ ഒരു കവിത പഠിപ്പിക്കാറുണ്ട്, ഡാഫോഡിൽസ് എന്ന് പറയുന്നത്. അതിന്റെ വരികളൊന്നും എനിക്കിപ്പോൾ അറിയില്ല, അന്ന് ബൈഹാർട്ട് ആയിരുന്നു. അതിൽ ഈ പൂക്കളെ കണ്ടിട്ട് കവി പറയുമ്പോൾ ഇത് എന്ത് ധനമാണ്, സമ്പത്താണ് എനിക്ക് നൽകുക എന്ന്. അപ്പൊ അദ്ദേഹം തന്നെ അതിനൊരു ഉത്തരവും പറയുന്നുണ്ട്. പിന്നെ വയസ്സായ കാലത്ത് കിടക്കയിൽ അടങ്ങിക്കിടക്കുമ്പോൾ ഈ കണ്ട കാഴ്ചകൾ തന്നെയാണ് ആ സമ്പത്ത്.
ആ കണ്ട കാഴ്ചകൾ തന്നെയാണ് എന്നെയും സമ്പത്ത് എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് എല്ലാവരും ഓരോരോ നിലകളിൽ ഏത് തലങ്ങളിൽ എന്നത് പ്രശ്നമല്ല, പ്രസക്തവുമല്ല, അധ്യാപകരായി, ബിസിനസ്സുകാരായി, ഒരു ആളെന്നോട് പറഞ്ഞത് ഒരു ജോലിയും ചെയ്യുന്നില്ല എന്ന്, അത് ശരിയല്ല. ഒരുപാട് ജോലികൾ അയാളായിരിക്കും നിങ്ങളെക്കാൾ ജോലിയുള്ള എന്ന് പറയുന്ന ആളുകളെക്കാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും അവരവരുടെ നിലകളിൽ നല്ല നല്ല പ്രവൃത്തികളിലൂടെ മുമ്പോട്ട് പോകുന്നു എന്ന് കാണുന്നതിൽ, നേരിൽ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും രേഖപ്പെടുത്തുന്നു. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ തന്നെ എന്നും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. കൂടുതൽ ഇനി നേടിക്കൊണ്ട് പോകുന്നില്ല. നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുക. ഞാൻ അന്ന് ഫിസിക്സ് ആണ് പഠിക്കുന്നത്. ഫിസിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇത്രയും ബോറായിട്ടുള്ള സബ്ജക്റ്റ് പല കുട്ടികളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടാവില്ല. എങ്കിലും നമുക്കത് പഠിപ്പിച്ച് തീരും. നമ്മുടെ ജീവിതത്തിന്റെ ശാസ്ത്രമാണ് ഫിസിക്സ്. എനിക്ക് സന്തോഷം തോന്നിയത് ഇതിൽ ഒരാൾ ഫിസിക്സ് തന്നെ തിരഞ്ഞെടുത്ത് അധ്യാപികയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ ക്ഷണിച്ച് ദിവ്യ എന്റെ സഹപ്രവർത്തക ദേവിക ടീച്ചറുടെ മകൾ ആണ് എന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. ദിവ്യയ്ക്ക് വേറൊരു കാര്യം കൂടെ അറിയിക്കാം. ദിവ്യയുടെ അപ്പൂപ്പൻ ഗോപാലൻ ഉണ്ണിത്താൻ സാർ എന്നെ 8ാം സ്റ്റാൻഡേർഡിൽ മലയാളം പഠിപ്പിച്ച അധ്യാപകനാണ്. എന്നെ മാത്രമല്ല, എന്റെ സുഹൃത്ത് എന്നോടൊപ്പം പഠിച്ച കാഴ്ചയിൽ വൃദ്ധനാണ് എന്ന് തോന്നുമെങ്കിലും എന്നോടൊപ്പം പഠിച്ച ആളാണ്. അത്ര വലിയ പ്രായമില്ല. അദ്ദേഹവും ഞാനും ഒരു ക്ലാസ്സിൽ നിന്ന് 8ാം സാറിന്റെ മലയാളം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങളെ അറിയിക്കുന്നു, ദിവ്യയെ അറിയിക്കുന്നു. അതിലേക്കാൾ ഇവിടെ ഹാജരായിട്ടുള്ള എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് എന്റെ വാർത്ത സന്തോഷം വാരി ഒന്നാണ്. കാരണം വീട്ടിലെ പല പ്രശ്നങ്ങൾ കാരണം തന്നെ വരണ്ടാണെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അവസാനം വീട്ടിലായാലും ദിവ്യ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. അത് വരാതിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോയെങ്കിൽ ഞാനിപ്പോൾ കരുതുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് 999 ബാച്ചുള്ള ടീച്ചറിന് തിരികെ നാം എന്നൊരു പദ്ധതിയുമായി അത് വൻ വിജയമായിരുന്നു. അന്ന് അധ്യാപക ഇതിനേക്കാൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്ന് ജെ ഡിവിഷൻ വരെ ഉണ്ടായിരുന്നു എന്നുള്ള വിജയം ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെ ക്ലാസ്. അപ്പോൾ ശില്പ അല്ലേ, അപ്പോൾ ഇവരൊക്കെ നല്ല മിടുക്കരായ ഒരു ടീമായിരുന്നു അന്ന് 10ാം ക്ലാസ്സിലുണ്ടായിരുന്നത്. അവർക്ക് തന്നെ 500-600 പിള്ളേരെ പോലും അന്ന് പാസ് ഔട്ട് ചെയ്ത് അത് റിസൾട്ടിൽ എഴുതിയിരുന്നു എന്നാണ് എൻ്റെ വിചാരം. പക്ഷെ ഇവിടെ എത്ര പേർ വന്നിട്ടുണ്ട്? ഞങ്ങളുടെ കാലത്ത് ഇതിൻ്റെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. കാരണം കമ്മ്യൂണിക്കേഷൻ ഇല്ല. അന്ന് സ്കൂളിൽ വിട്ടുപോയാൽ പിന്നെ ആളുടെ കാര്യത്തിൽ പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിച്ചു പോകും, എല്ലാവരും വീട്ടിലായിരുന്നു. ഇന്ന് അതല്ല, എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവുണ്ട്, പഠിക്കാനുള്ള സാഹചര്യമുണ്ട്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇത്ര പേരല്ലേ വന്നോളൂ. അതെനിക്ക് വളരെ ഒരു വിഷമമായതുണ്ട്. 500 പേരുള്ള പേര് പാസ് ഔട്ട് ചെയ്തത്. അപ്പം നിങ്ങൾ ഇനിയെങ്കിലും ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ ഓരോരുത്തരും പല ഡിവിഷനിൽ നിന്ന് വന്നാൽ അവരവരുടെ ക്ലാസ്സിലുള്ള കുട്ടികളെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. അവരൊക്കെ നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് കൂട്ടായി പരിഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കും. കാരണം ഇവിടെ വന്നിരിക്കുന്നതിൽ പലരും നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും. മറ്റൊരു അനുഭവം ഞങ്ങളുടെ ജീവിതം എങ്ങനെ ആയിപ്പോയാലും അതുകൊണ്ട് അവർ വിളിച്ചാൽ പോണ്ട എന്ന കരുത് ഉള്ളിലേക്ക് വരിയുന്ന കുറേ പേര് കാണും. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ആരും ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏത് ജോലി ചെയ്താലും ജീവിക്കണം, കൂലിയുള്ളൂ. അപ്പം അവരൊരു മടി കാണിക്കാതെ ആരോഗ്യമാണെന്നൊക്കെ സംഭവം. ആരോഗ്യമുള്ള കാലത്ത് നല്ലതുപോലെ ജീവിച്ച് ആണായാലും പെണ്ണായാലും ജോലി ചെയ്ത് ജീവിച്ച് വൈക്കാളം ജോലി മാത്രമല്ല, കമ്പനികൾ ഇഷ്ടം പോലെ അവരവർക്ക്
പണ്ടത്തെ കാലഘട്ടമല്ല. ഇന്ന് നീ പഠിക്കണമെങ്കിൽ പഠിച്ചവർക്കും ജോലിയുണ്ട്, പഠിക്കാത്തവർക്കും ജോലിയുണ്ട്, പഠിക്കാത്തവർക്കാണ് കൂടുതൽ ശമ്പളം കിട്ടുന്നതെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളെ സഹപാഠികളെ ഒരുമിച്ച് നിർത്തി ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഈ മികച്ച ഞാനൊരു അധ്യാപികയായതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എവിടെയെങ്കിലും നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു പതറി നിൽക്കുമ്പോൾ ഒരാളെങ്കിലും കാണും നമ്മെ സഹായിക്കും. അവരെ ടീച്ചറെ എന്നെ പഠിപ്പിച്ചതാണ് ഇങ്ങനെയാണ്. ഞാൻ ടീച്ചർ ഇവിടെ ഞാൻ ഇപ്പോൾ ശരിയാക്കും. എല്ലാവർക്കും ഒരു പ്യൂണായാലും ഒരു ക്ലർക്കായാലും ഒരു ഓഫീസറായാലും ആരെങ്കിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ കാണും. അത് നമ്മളുടെ ഒരു സമ്പത്താണ്. നിങ്ങളാണ് അധ്യാപകരെന്ന് പറയുമ്പോൾ അധ്യാപകരുടെ സമ്പത്തെന്ന് പറയുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ അധ്യാപക വൃത്തിയിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ്. അതൊരു മഹത്കാര്യമായിട്ടില്ല. എന്നെ മറ്റുള്ളവരെ വർക്ക് കാണുകയില്ല. അവരവരുടെ മേഖലയിൽ അവരെ നല്ലവരെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ എന്ന് പ്രിയ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഞാനിവിടെ വരുമ്പോൾ, അതായത് 1999 ഞാനിവിടെ വരുമ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടികളാണ്. നിങ്ങളെ ആരെയും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചിട്ടാണ് വന്നത്. ചിലരെങ്കിലും എന്നെ നോക്കണമെങ്കിൽ ഏത് ടീച്ചർ ഇത് എവിടെ നിന്ന് വന്നു, ഇവരെല്ലാം നിങ്ങളെ പഠിപ്പിച്ചവരാണ്, ക്ലാസ്സിൽ കയറി പഠിപ്പിച്ചവരാണ്. ഇത് എവിടെ നിന്ന് വന്ന ടീച്ചറെന്ന് ചിലരെങ്കിലും നോക്കണുണ്ടാവും. എന്നാലും എനിക്ക് ഉഷ ടീച്ചറിന്റെ മോള് ആതിരയുടെ ക്ലാസ് എന്ന് പറഞ്ഞാണ് ആ ക്ലാസ് അറിയാമെന്നുണ്ടായിരുന്നില്ല. അവിടെ പഠിച്ച കുറച്ച് കുട്ടികളെയൊക്കെ അറിയാം. പിന്നെ എൻ്റെ അയൽപക്കത്തുള്ളവരുണ്ട്, എൻ്റെ കുട്ടികളുടെ രക്ഷകർത്താവ് ഇരിപ്പുണ്ട്. ഞാൻ ശ്രീനാരായണപുരം സ്കൂളിലെ എച്ചമായിട്ടിരുന്നപ്പോൾ അവിടെ ഒരു രക്ഷകർത്താവുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് ഇതിൽ. അപ്പോൾ ദിവ്യ വിളിച്ചിട്ട്, ടീച്ചർ, ദിവ്യ ആരെന്ന് പോലും എനിക്കറിയില്ല, ഒരു കുട്ടി പേര് ദിവ്യ എന്നാണ്, നമ്മളിങ്ങനെ 2000 ബാച്ച് ഒരു ഗെറ്റ് ടുഗദർ നടക്കുന്നുണ്ട്, ടീച്ചർ എത്തണം, നമ്മളെ പഠിപ്പിച്ചെങ്കിലും കൂടെ പറഞ്ഞു, നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെ എല്ലാം നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ മോളെ വരാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാനിങ്ങനെ ഞായറാഴ്ച മാത്രമേ എനിക്ക് ലീവ് ഉള്ളൂ, ബാക്കിയുള്ള എല്ലാ ദിവസവും വർക്കിലാണ്. അപ്പൊ ഞായറാഴ്ച എങ്ങോട്ട് പോകാം എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിളി വരുന്നത്. ഉടനെ ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഓക്കെ. അതിന് 2 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നിങ്ങളെയൊക്കെ ഒന്ന് കാണാം. അതിന് പുറമെ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന പഴയ അധ്യാപകരെ ഒത്തിരി പേരെ കാണാൻ പറ്റും എന്നൊരു സന്തോഷവും എനിക്കുണ്ടായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, 2000 ബാച്ച് ആവുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഉടനെ തന്നെ ദിവ്യക്ക് മെസ്സേജ് കിട്ടും, മോളെ ആള് മാറിപ്പോയി, ഞാൻ നിങ്ങൾ പറയുന്ന ബിനി ടീച്ചർ അല്ല, നിങ്ങൾ വിളിച്ചത് പാളയംകുന്ന് സ്കൂളിലെ ബിനി ടീച്ചറെ ആയിരിക്കും. ഞാൻ വരുമ്പോൾ ടീച്ചർ ഇവിടെ HS അധ്യാപികയാണ്, ഞാൻ UP ടീച്ചറായിരുന്നു. അപ്പോഴാണ് ദിവ്യ പറഞ്ഞ ഇല്ല ടീച്ചറെ, അങ്ങനെ ദിവ്യ ആദ്യം ഒന്ന് പതറിയെന്ന് തോന്നുന്നു. പിന്നെ ദിവ്യ പറഞ്ഞില്ല ടീച്ചറെ അങ്ങനെയൊന്നുമില്ല, നമുക്കറിയാവുന്ന ടീച്ചർമാരെയൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ ഞാനും പറയാം. അങ്ങനെ വന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഏറെ സന്തോഷം, ഞാനാണ് ഇവിടെ ആദ്യം എത്തിയത്. അപ്പൊ അവിടെ നിന്ന് 2-3 കുട്ടികളെ തന്നെ നിങ്ങളെ സംബോധന ചെയ്യുന്നു, ഓടി വന്നു ടീച്ചറെ വരണം വെൽക്കം. അതൊക്കെ മനസ്സ് നിറഞ്ഞ കാഴ്ചകളാണ്, നിറച്ച കാഴ്ചകളാണ്. അതുപോലെ ഇവിടെ എനിക്കൊരു ആദരവ് തന്നു, പൊന്നാടെ അണിയിച്ചു, അവിടെ ഇരിക്കുന്ന ഒരു മോളാണ്. സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് സങ്കടം വരുന്നുണ്ട്. അതൊക്കെയാണ് ഒരു അധ്യാപക ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പുണ്യമെന്ന് പറയാം. എനിക്ക് ധാരാളം ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, കൂടിച്ചേരലുകൾ ധാരാളം ഉണ്ട്. 10ാം ക്ലാസ്സിലെ നൊസ്റ്റാൾജിയ ഗ്രൂപ്പ്, പേരൊക്കെ കേട്ടാൽ നിങ്ങൾ ചിരിച്ച് നിങ്ങളെ ഉപ്പാട് വരും. വയസ്സായെങ്കിലും പേരൊക്കെ ഭയങ്കര പുതുമയുള്ള പേരുകളാണ്. അപ്പോൾ അതിലെല്ലാം ഞാൻ പോകാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ നിങ്ങൾ ഇതുപോലെ ഒരു ആദരവ് തരുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു ആദരവ് ഏറ്റുവാങ്ങുന്നതും ആദ്യമായിട്ടാണ്. ഈ സ്കൂളിൽ എനിക്ക് 15 വർഷത്തെ സർവീസാണുള്ളത്. ആ 15 വർഷം കൊണ്ട് ഞാൻ പഠിക്കാത്ത പാഠങ്ങളൊന്നുമില്ല. ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം, ഒഫീഷ്യൽ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, എല്ലാം എന്നെ പഠിപ്പിച്ചാണ് ഇവിടെ നിന്ന് ഒരു എച്ചമാക്കിയിട്ട് വിട്ടത്. ഞാനിവിടെ അടുത്ത് തന്നെ ഒറ്റൂർ പഞ്ചായത്തിൽ തന്നെയുള്ള ശ്രീനാരായണപുരം ഗവൺമെന്റ് UPSൽ എച്ചമായിട്ട് 8 വർഷമായിരുന്നു. ഇപ്പൊ റിട്ടയറായി, 2022 മെയ് മാസത്തിൽ റിട്ടയറായി. 3 വർഷം കൊണ്ട് വീട്ടിലുണ്ട്.
വീട്ടിൽ അടക്കിയിരിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഒത്തിരി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിങ്ങൾക്ക് കേട്ട് കാണും, അറിഞ്ഞു കാണും. അതിന്റെ ഒരു പ്രവർത്തനം ഉണ്ട്, ഇപ്പോഴും ഉണ്ടത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടയർമെന്റ് ആയാലും ആ പ്രസ്ഥാനത്തിൽ തുടരാം. പിന്നെ അടുത്തൊരു വായനശാല, ഒരു വനിതാ വേദിയുടെ പ്രവർത്തകയാണ്. അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാലും ഇന്ന് എനിക്ക് മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം. ഭയങ്കര സന്തോഷം. അപ്പോൾ സാറന്മാർ, ഇവിടെ ഉള്ള അധ്യാപകര് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അധ്യാപിക ആയതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എവിടെ ചെന്നാലും, ഒരു ബാങ്കിൽ ചെന്നാലും, ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും, ഒരു ഓഫീസിൽ ചെന്നാലും എനിക്കൊരു വിളി കേൾക്കാം, ടീച്ചറേ. റോഡിൽ പോകുമ്പോഴും കേൾക്കാം. കല്ലമ്പലം ജംഗ്ഷനിൽ ചുവട്ട് തൊഴിലാളികൾ ഒത്തിരി പേരുണ്ട്. എൻ്റെ വീട്ടില് ഞാൻ പഠിപ്പിച്ച കുട്ടികള് ജോലിക്ക് വരുന്നുണ്ട്. ഒരു ജയേഷ് വരും, ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതിനെന്താ വളരെ സന്തോഷം. അപ്പൊ എല്ലാവരും എല്ലാ ഉയർന്ന നിലകളിൽ എത്തണമെന്നില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സത്യസന്ധമായിട്ട് ആരെയും പറ്റിക്കാതെയും ഒക്കെ ജീവിക്കുക, അതാണ് നമ്മൾ നിങ്ങൾക്ക് തന്ന പാഠം. അത് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ ഏത് ജോലിയും ആവട്ടെ. അപ്പൊ ഇന്നലെ ഞാനൊരു ഷോർട്ട് ഫിലിം കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സ് നിങ്ങൾക്ക് കണ്ടു കാണും. ഒരു വയസ്സായ ഒരു അധ്യാപകൻ ഒരു സഞ്ചിയും തൂക്കി വരുന്നുണ്ട്. അപ്പൊ 3 യുവാക്കൾ അവരെന്തോ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ട് വന്നപ്പോ അവര് പറയുന്നുണ്ട്, ദോ വരുന്ന നമ്മളെ വിജയൻ മാഷ് ദോ വരുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നു, പെട്ടെന്ന് മുണ്ടൊക്കെ മടത്തിട്ടിരുന്ന അതൊക്കെ അഴിച്ചിട്ട് അങ്ങോട്ട് ചെന്നു. 2 പേര് ഓടി ചെന്നു. ആ സാറേ, നിങ്ങളെ സാർ പേര് പറഞ്ഞു, നിങ്ങൾ 2 പേരും എന്ത് ചെയ്യുന്നതാ? അവർ 2 പേരും അവരുടെ ജോലി പറഞ്ഞു. ഓക്കെ, നല്ലത്. സാറിന് സംസാരിക്കാനൊന്നും വയ്യാത്ത പ്രായ കൂടുതലുള്ള അധ്യാപകനാണ്. അപ്പൊ ഒരു പയ്യൻ മാത്രം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ഒരു ബൈക്കിന്റെ അടുത്തുനിന്നാണ് 2 പേര് ഓടി വന്നത്. അപ്പോഴാ അധ്യാപകൻ മഹേഷ് അല്ലിയാ നിൽക്കുന്നത്. അപ്പം ഈ 2 മക്കള് പറഞ്ഞു തന്നെ, സാറേ അത് മഹേഷാണ്. അവരെങ്ങനെ അവിടെ നിന്ന് പാടാന്ന് വിളിച്ചു. അപ്പൊ മഹേഷ് ഒരു പരിങ്ങലിലാണ് വന്നത്. എന്താടാ നീ വരാതിരുന്നത്? അപ്പൊ ആ മോൻ പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ കൂലിപ്പണിക്കാണ് സാറേ പോകുന്നത്. അവരൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ജോലിയാണ്. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു, അതെന്താ കൂലിപ്പണി? കൂലിപ്പണി ഒരു ജോലിയല്ലേ? അതും ജോലിയാണ്. നീ എന്തിനാ അത് വിഷമിക്കുന്നത്? നീ സത്യസന്ധമായിട്ട് ജീവിക്കുകയല്ലേ? നീ കൂലിപ്പണി ചെയ്ത് നിന്റെ ഭാര്യയും മക്കളെ നോക്കുന്നില്ലേ? ഉണ്ട് സാറേ, അത് മതിയടാ. അതാണ് ജീവിതം. അല്ലാതെ ഇപ്പൊ ഇവിടെ നമ്മുടെ ടീച്ചർ പറഞ്ഞു, കുറെ പേര് വരാതിരിക്കുന്നതിന്റെ കുറെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഹൗസ് വൈഫിനൊക്കെ അവര് വീട്ടിലൊക്കെ മക്കളെയൊക്കെ നോക്കി ഭർത്താവിനെയൊക്കെ നോക്കി നിൽക്കുമ്പോ ഇങ്ങനെ ഒരു കൂടിച്ചേരൽ പറയുമോ, അവരൊക്കെ ഹൈ പൊസിഷനിലോ ബാങ്കിലെ ജോലിയുള്ളവരും ടീച്ചർമാരും ഒക്കെ ആയിരിക്കും കൂടുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ അങ്ങനെ മാറ്റിയെടുത്ത ഒരു കൂട്ടരാണ്. കാരണം നമ്മുടെ 10ാം ക്ലാസ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഈഗോ ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റിയെടുത്തു. ഇപ്പൊ നമ്മൾ ഗെറ്റ് ടുഗദർ വയ്ക്കും. 10ാം ക്ലാസ് ഗെറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ വയസ്സായവരാണ് കേട്ടോ. ഗ്രൂപ്പിന്റെ പേര് നൊസ്റ്റാൾജിയ എന്നാണെങ്കിലും വരുന്നതെല്ലാം കളവികളൊക്കെയാണ്. അപ്പൊ വരുമ്പോഴത്തേക്ക് അവരോട് നമ്മൾ അവരുടെ വീടുകളിൽ പോയി നമ്മൾ വിളിക്കാറുണ്ട്, നിങ്ങൾ വരണം, നീ വരണം. അതാണ് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ്. ആ സന്തോഷം നമ്മൾ കളയരുത്. അതിന് നമുക്ക് ഒരാളിന് സന്തോഷം കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അവരുടെ സന്തോഷം കെടുത്തുക എന്നുള്ളതല്ല. ഒരാളിനെങ്കിലും നമ്മളെ കൊണ്ട് ഒരു സന്തോഷം കൊടുക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. ഒരു അനുഭവം കൂടെ പറഞ്ഞോട്ടെ, സമയമുണ്ടാ? എനിക്ക് ഈ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു കുട്ടി തന്നൊരു അവാർഡാണ്. ഞാൻ എപ്പോഴും അവാർഡുകളെ അങ്ങനെയാണ് കാണുന്നത്. അല്ലാതെ നമ്മൾ അങ്ങോട്ട് അപേക്ഷ കൊടുത്തു, ഞാൻ എന്റെ സ്കൂളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ മികച്ച ഒരു അധ്യാപികയാണെന്ന് പറഞ്ഞ് നമ്മൾ പേപ്പർ കൊടുക്കുമ്പോഴേ നമുക്ക് അവാർഡ് സംസ്ഥാന സർക്കാർ തരും. അതൊക്കെ നമ്മുടെ സാറന്മാർക്ക് അറിയാം. അപ്പൊ അതല്ല, ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കുട്ടി ഒരു അവാർഡ് കൊണ്ട് തന്നു. ഞാൻ ഏത് വേദിയിൽ ചെന്നാലും കുട്ടികളോടൊക്കെ അവാർഡിനെ കുറിച്ച് പറയാറുണ്ട്. ഞാനിവിടെ ഓഗസ്റ്റ് മാസത്തിൽ ഓണപ്പരീക്ഷ നടക്കുന്ന സമയത്ത് 2ാമത്തെ നിലയിൽ നിൽക്കുമ്പോൾ ഒരു നിങ്ങളെ പോലുള്ളൊരു പയ്യൻ വരുന്നു. ഒരു കയ്യിൽ പൊതിയായിട്ട് വന്നു. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ പിള്ളേർ പരീക്ഷ എഴുതിക്കൊണ്ടിരുമ്പോൾ നമ്മൾ കുറച്ച് വെളിയിലൊക്കെ നിൽക്കുകയായിരുന്നു. ഞാനും വേറെ ഒരു ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു. ഓടി വന്നു, എന്റെ കാലിൽ തൊഴുതിട്ട് ആ ഒരു പുസ്തകത്തിന്റെ കെട്ടായിരുന്നു, അത് എന്റെ കയ്യിൽ തന്നു. ഞാൻ വേറെ ആള് മാറിപ്പോയി. ഞാൻ പറഞ്ഞു, മോനെ ബീന ടീച്ചറല്ലേ? ഞാൻ പറഞ്ഞ ആണ്. ആ ടീച്ചറെ, ഇന്ന് സെപ്റ്റംബർ നമ്മുടെ അധ്യാപക ദിനം, സെപ്റ്റംബറിലല്ലേ അധ്യാപക ദിനത്തിന്റെ അന്നാണ്. ടീച്ചറെ, ഇത് ടീച്ചറിനെ ഞാൻ തരാനായിട്ട് കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചത് എങ്ങനെ? അപ്പോഴാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട്, അവരൊരു കാറിലാണ് വന്നത്, കാർ ഇവിടെ നിർത്തിയിട്ടാണ് കയറി വന്നത്. ഞാൻ പത്തനാപുരം BEd കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ പത്തനാപുരം, ഞാൻ അവിടെ ഒന്നും പഠിപ്പിച്ചിട്ട് പോലുമില്ല. എന്റെ സ്കൂൾ ഒന്ന് ചെറിയ കീഴ്, അത് കഴിഞ്ഞ് കീഴാക്കിയിരുന്നു. 2 സ്കൂൾ കഴിഞ്ഞ് 3ാമത്തെ സ്കൂളാണ് ഞാൻ കേക്കാട്.
അപ്പോൾ അവൻ അവിടുത്തെ ബി.എഡ് കോളേജിലെ അധ്യാപകനാണ്. അവനെ ഞാൻ 3ാം ക്ലാസ്സിൽ ചെറിയ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വർഷം എത്ര കഴിഞ്ഞെന്ന് ആലോചിച്ച് നോക്കിയാൽ 3ാം ക്ലാസ്സിൽ അവനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവന്റെ സ്കൂളിലെ കുട്ടികൾ അധ്യാപക ദിനം നടത്തുന്നു, ആഘോഷിക്കുന്നു. അവിടുത്തെ അധ്യാപകരെല്ലാം അവർ ആദരിക്കുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു, എനിക്കൊരു ഒരു ടീച്ചറുണ്ട്, എൻ്റെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു ടീച്ചറുണ്ട്. ഞാൻ ആ ടീച്ചറിന് ഒരു ആദരവ് കൊടുക്കാൻ പോവുകയാണ്. അവൻ കണ്ടുപിടിച്ച വഴികൾ എന്നോട് പറഞ്ഞു. അവന് ബീന ടീച്ചർ എന്ന പേര് മാത്രമേ അറിയാവൂ. ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയില്ല. ഞാൻ 86 കയറിയിട്ട് 90 അവിടെ നിന്ന് ഇറങ്ങുന്നത്, ആ സ്കൂളിൽ നിന്ന്. അപ്പൊ ഈ 4 വർഷത്തോടെ ഞാൻ ട്രെയിനിങ് സ്കൂളിൽ പഠിച്ചത്. ബീന ടീച്ചർ എന്നുള്ള പേര് വെച്ച് അവൻ എന്നെ കണ്ടുപിടിച്ചെന്ന് അറിയാമോ? അവൻ അറിയാവുന്ന എല്ലാ സ്കൂളിലും വിളിച്ച് ചോദിക്കും, ഇവിടെ ബീന ടീച്ചറുണ്ടോ, ബീന ടീച്ചറുണ്ടോ. അപ്പൊ ചില സ്കൂളിലൊക്കെ ബീന ടീച്ചറുണ്ട്, പക്ഷെ അവരാരും ട്രെയിനിങ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ അപ്പുറത്തെ LPS ഒരു ബീന ടീച്ചറുണ്ട്. നമ്മുടെ ഗോപ സാറിന്റെ വൈഫ് ബീന ടീച്ചറിനെ വിളിച്ചു. ഇപ്പൊ ടീച്ചറിന് ഒരു കോൾ വന്നു, ബീന ടീച്ചറാണോ? അപ്പൊ ടീച്ചറൊക്കെയാണ്. ടീച്ചർ ട്രെയിനിങ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല മോനെ, ഞാൻ പഠിപ്പിച്ചിട്ടില്ല. എന്താ? അപ്പൊ ടീച്ചറിന് പെട്ടെന്ന് എന്നെ ഓർമ്മ വന്നു. നമുക്ക് ചെറിയ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ നമ്മുടെ നെക്കാട് HSലുണ്ട്, അതായിരിക്കും. അങ്ങനെ അവൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡിന്റെ നമ്പർ ടീച്ചർ കൊടുത്തു. അപ്പൊ എന്നെ അവനെ അറിയിക്കാൻ പാടില്ല. അവന് സർപ്രൈസ് ആയിട്ട് വന്ന് എനിക്ക് ഗിഫ്റ്റ് തരണം, നേരത്തെ ടീച്ചറിനെ അറിയിക്കരുതെന്ന് പറഞ്ഞു. ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡും അത് രഹസ്യമാക്കി വെച്ചു. അങ്ങനെയാണ് അവൻ എന്നെ കണ്ടുപിടിച്ച് തന്നത്. വന്ന് എനിക്കൊരു ഗിഫ്റ്റ് തന്നത്. സത്യം ആലോചിച്ച് നോക്കി, എത്ര അവൻ എനിക്ക് വന്ന് 33 വയസ്സൊക്കെ വരും. ആ പ്രായമുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ ഞാൻ ജീവിക്കുന്നു എന്നറിഞ്ഞ് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റും ഒരു കൺഗ്രാറ്റ്സ്, ഒരു കാർഡും, അത് ഇന്നും ഞാൻ ഇതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ അവാർഡുകളും നമ്മുടെ കുട്ടികൾ നമ്മളെ ഓർക്കുന്നു എന്നുള്ളതിന് ഓരോ ഉദാഹരണങ്ങൾ. ധാരാളം അനുഭവങ്ങളുണ്ട്, കുറേ ഉണ്ട്. നമ്മള് സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞ വാർത്തകളും കാഴ്ചകളും ഒക്കെ ഉണ്ട്. ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും ഇനിയും നല്ല രീതിയിൽ, അതായത് വിജയ ആശംസകൾ ജീവിതത്തിൽ. ഇനി അതാണല്ലോ തരേണ്ടത്. ഇനി ഒഫീഷ്യൽ കാര്യങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ ജീവിതത്തിലും എല്ലാ ആശംസകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അധ്യാപകര് കുറച്ച് സമയം ചിലവഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഗുണമാണ്. ഇവിടെ വന്നപ്പോ ജീവൻ സാറിനോട് പറഞ്ഞത് എല്ലാവരെയും എനിക്ക് അറിയാം, പക്ഷെ മുഖം നല്ല പേര് പുറത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെല്ലാവരും പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വന്ന് തന്നെ പേരും ക്ലാസ്സൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് ആരാണ്, ഇപ്പൊ എന്താണ് നമ്മുടെ ഫാമിലിയൊക്കെ പറയാനുള്ളതൊക്കെ പറയാം. ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് അങ്ങോട്ട് പാസ് ചെയ്യാം. ബുദ്ധിമുട്ടില്ല, എല്ലാവരും വരുമല്ലോ അല്ലേ? എല്ലാവരും പറയാം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ശില്പ കടന്നു വരുന്നുണ്ട്. എനിക്കൊരു അവസരം തരുന്നില്ല എന്നാണ് ശില്പ പറയുന്നത്. ശില്പ നമസ്കാരം, എൻ്റെ പേര് ശില്പ. ഞാൻ 10 ജയിലായിരുന്നു പഠിച്ചത്. എൻ്റെ ക്ലാസ് ടീച്ചറാണ് ലളിത ടീച്ചർ. എല്ലാവരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷം. പലരെയും വോയിസിന് പലരെയും കണ്ടിട്ട് എനിക്ക് ഒരു പരിചയം തോന്നുന്നില്ല. കാര്യം എല്ലാ ഫേസും ഒക്കെ മാറിപ്പോയി. ഇങ്ങോട്ട് വന്ന് പേര് പരിചയപ്പെടുത്തിയപ്പോഴാണ് അറിയാൻ പറ്റിയത്. വോയിസിന്റെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു വോയിസ് അല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൂപ്പന്മാരാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. പിന്നെ ഞാൻ ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വർക്ക് ചെയ്യുകയാണ്. ഇപ്പൊ കാര്യവട്ടം ക്യാമ്പസിലാണ്. ഞാനൊരു യോഗ ട്രെയിനർ കൂടിയാണ്. യോഗ പഠിക്കുന്നു. പിന്നെ എൻ്റെ മകൻ ഇപ്പം ടെക്സാസ് ഇന്റർനാഷണൽ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യുകയാണ്. അമ്മ കണ്ടാൽ പ്രായം പറയില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടമ്മമാരെയും കണ്ടാണ് ശില്പ. വേദിയിലൂടെ കടന്നു വരണം, സമയം കളയണ്ട. എൻ്റെ പേര് ഷാലി. ഞാൻ 10A പഠിച്ചത്. നമ്മൾ ഇതിനു മുന്നേ ഒരു 2 തവണ കൂടിയിട്ടുണ്ട്. ഇത്ര പേരൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ അന്നുണ്ടായിരുന്ന ശരിക്കും കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ 10A തൊട്ടാണെങ്കിൽ മാക്സിമം E അല്ലെങ്കിൽ D വരേക്ക് നമുക്ക് ഇങ്ങനെ പരിചയമുള്ളൂ. ബാക്കി അങ്ങോട്ടുള്ള ആരെയും അങ്ങോട്ട് പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ ട്യൂട്ടോറിയലാണ് കുറച്ചും കൂടെ പരിചയം. പക്ഷെ ഈ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നതിനേക്കാളും ബാക്കിയുള്ളവരാരാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് നമ്മൾ വരുന്ന രണ്ട് റീഡിയോ നമ്മൾ മുന്നേ കുറച്ച് പേരായിട്ട് കൂടിയിട്ടുണ്ട്.
അപ്പൊ അന്നേ നമ്മൾ പറഞ്ഞു നമ്മുടെ 25ാമത്തെ വാർഷികം നമുക്ക് ഗംഭീരമാക്കണം, നമുക്ക് നമ്മുടെ അധ്യാപകരെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതില്ല. ഇനിയും പലരെയും നമുക്ക് പരസ്പരം അറിയാത്തവരും നമുക്ക് കൂടി പേരറിയാത്ത കുറേ പേര് ഇതിനകത്തുണ്ട്. പ്രൊഫഷണലി ഞാനൊരു ടീച്ചറാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ സാർ പറഞ്ഞ പോലെ എനിക്ക് ആ സബ്ജക്റ്റിനോട് ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അന്നേ എന്റെ മനസ്സിലുണ്ടായ ആഗ്രഹമാണ് അധ്യാപികയാവണം, അതല്ലെങ്കിൽ ഒരു പോലീസുകാരിയാവണം. ഈ 2 ജോലി എന്റെ മനസ്സിലുള്ളത്. മറ്റധികം ടെസ്റ്റ് എടുത്ത് എഴുതാൻ വീട്ടുകാർ പറഞ്ഞാലും എനിക്ക് വലിയ താല്പര്യക്കുറവാണ്. എന്റെ കരിയർ ആരംഭിക്കുന്നത് ഞാൻ CSE സ്കൂളിൽ നിന്നാണ്. പിന്നെ 2 സ്ഥലത്ത് ഗസ്റ്റ് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വളവന ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി ഇപ്പോൾ ഫിസിക്സ് അധ്യാപികയാണ്. അവിടെ 8 വർഷം കംപ്ലീറ്റ് ചെയ്തു. സാറ് പറഞ്ഞിട്ടുണ്ട് ആ സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് PGക്ക് പഠിക്കുമ്പോഴാണെങ്കിലും ആരെങ്കിലും എന്ത് പഠിക്കുന്നത് ഭയങ്കര വെയിറ്റ് ആണ് ഫിസിക്സ് പഠിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പൊ ചില സമയത്ത് ആലോചിക്കുമ്പോൾ ഏത് സമയത്താണ് ഞാൻ എടുത്ത് പഠിച്ചതെന്ന് ആലോചിച്ചു. കാര്യം നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റഡ് അധ്യാപകരാണ്. ഇപ്പൊ നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ കുട്ടികളും ശരിക്കും ജീവിച്ചിരിക്കുന്ന ഫയലുകളാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഷോക്ക് അടിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഓരോ കുട്ടികൾക്കും അക്ഷരാർത്ഥത്തിൽ ഈ സബ്ജക്ട് ഇഷ്ടമല്ല. അപ്പൊ നമ്മളെ കാണുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ടീച്ചർ എവിടെ നിന്ന് വന്നു, ടീച്ചർ എവിടെയാണ്, ടീച്ചറെ സബ്ജക്ട് ഏതാണ് കഴിയുന്നത്. പിന്നെ അങ്ങോട്ട് എന്തോ ഒരു ദേഷ്യമാണ്, ഫിസിക്സ് പഠിച്ചാൽ മനസ്സിലാവുന്നില്ല, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ട്. പക്ഷെ എന്തുതന്നെയായാലും അധ്യാപകർ എല്ലാവരും നമ്മൾ പലരും പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. എന്നിരുന്നാലും എനിക്ക് എൻ്റെ അധ്യാപന ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമാണ്. ടീച്ചർ പറഞ്ഞതുപോലെ എനിക്കും എൻ്റെ ബാച്ച് കഴിഞ്ഞു പോയ കുട്ടികളെ എവിടെ ചെന്നാലും അത് ടീച്ചർ പറഞ്ഞ ഈ താഴെയറ്റത്തെ ജോലി തൊട്ട് വലിയ ജോലികൾ അവർ ചെയ്യുന്നവരെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷം, അത് ഭയങ്കര ഒരു മനസ്സിലൊരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ അധ്യാപകർക്ക് നിങ്ങളൊക്കെ കാണുമ്പോഴത്തേ നമുക്ക് ഭയങ്കര സന്തോഷം, ആ ഒരു ആഗ്രഹമൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല. ഇപ്പൊ എല്ലാം ന്യൂജൻ ഹായ് ബൈ ഒരു റിലേഷനാണ്. പണ്ട് നമ്മുടെ സ്റ്റാഫ് റൂമിലോട്ടൊന്ന് കയറി ചെല്ലാനൊക്കെ നമുക്ക് പേടിയാണ്. ഓരോ അധ്യാപകരെയും നോക്കും, അയ്യോ കയറി ചെന്നാൽ വല്ലതും പറയും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അവിടെ നിന്ന് ഗേറ്റ് കഴിഞ്ഞ് വരുമ്പോഴേ പറ്റുമെങ്കിൽ ഹായ് ബൈ ഈ ഒരു റിലേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മളാക്കി വാർത്തെടുത്ത അധ്യാപകരാണ് നമുക്ക് മുന്നിലുള്ളത്. ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന അധ്യാപക കൂട്ടത്തിലുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാറിന്റെ വരകൾക്ക് വേണ്ടി നമ്മളിങ്ങനെ കാതോർത്തിരിക്കും. അതുപോലെ ജീവരാജ് സാറിന്റെ ക്ലാസ് പറയുകയാണെങ്കിൽ സാറ് ക്ലാസ്സിൽ ഞാൻ മാത്സ് എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി സാറിന്റെ ക്ലാസ്സിലാണ്. മാത്സ് വളരെ വന്നിട്ട് സിമ്പിളാണ്. സാറിന്റെ വേ ഓഫ് ടോക്കിംഗ് എല്ലാം വളരെ ഇതായിരുന്നു. എല്ലാവരും ശ്രീനിവാസ സാർ നമ്മളെ പഠിപ്പിച്ചു. 10ാം ക്ലാസ്സിലെ ഫിസിക്സ് സാറായിരുന്നു ടീച്ചർ. മാത്സ് പഠിപ്പിച്ചു. കൂട്ടത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് സുബ്രജയ ടീച്ചറാണ് നമ്മുടെ ടീച്ചർ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും എത്തിയതിൽ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും പരസ്പരം കണ്ടുപിടിക്കണം. ഇനി കുറേ പേര് ഇനിയും വരാറുണ്ട്. ഇനി വരുന്ന സമയത്ത് നമ്മളെല്ലാവരും വീണ്ടും കൂടുതലായിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അടുത്ത ആളൊന്ന് വേഗം പാസ് ചെയ്യാം. മൈക്ക് കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. നീന, നമുക്ക് എല്ലാവരും പരിചയപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം. പഠിപ്പിച്ച് സാറന്മാരെല്ലാവരും വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റി. എല്ലാ സാറന്മാരെയും നേരത്തെ ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ സമയമുണ്ട്. ഞാനും 25 വർഷം ആയെങ്കിലും ഇതിനിടയ്ക്കുള്ള ഗെറ്റ് ടുഗദറൊക്കെ എനിക്ക് മിസ്സായി. ഞാനും ആദ്യമായിട്ടാണ് ഗെറ്റ് ടുഗദറിലോട്ട് വരുന്നത്, പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നത്. ഒരു ജീവനക്കാരിയായിരുന്നു. കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കാര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് കൊണ്ടുവന്നത്. എല്ലാവരെയും കാണാനും സംസാരിക്കാനും കേൾക്കാൻ വയ്യ. ഞാൻ കളിക്കൂട്ടത്തിനായിട്ട് അടുത്ത് തന്നെയാണ് വീട് താമസിക്കുന്നത്. നെക്കാട് തന്നെയാണ്. നെക്കാടുള്ളവരെയൊക്കെ ഇടയ്ക്ക് കാണാം. ആരെയൊക്കെ ആണെങ്കിലും വർക്ക് ചെയ്യുന്നത് കളിക്കൂട്ടത്ത് ഇൻഫോസിസിലാണ്. അവിടെ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട്, ഇളയാള് ഒരു മോനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചൈത്ര. ഞാൻ 10ാണ് പഠിച്ചത്. ഞാൻ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 മക്കളുണ്ട്. മോള് BSc നഴ്സിംഗിലാണ് പഠിക്കുന്നത്. മോൻ 7ാം ക്ലാസ്സിൽ സ്കൂളിലാണ്. മോള് ഈ സ്കൂളിൽ തന്നെ 1ാം ക്ലാസ് തൊട്ടേ പഠിച്ചത്.
നല്ല മാർക്ക് വാങ്ങി ജനിച്ച ആളാണ്. ഹസ്ബൻഡ് ഗൾഫിലാണ്. താമസിക്കുന്നു. രണ്ട് മക്കള് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് IGCD വർക്ക് ചെയ്യുന്നു. എല്ലാവരും ഞാൻ ഇടയ്ക്ക് കാണുന്നതാണ്. എല്ലാവരെയും ഏകദേശം വെച്ചൊക്കെ കാണാറുണ്ട്. പിന്നെ ആദ്യത്തെ യൂണിയനിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തേക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് കുറെ ഇരിക്കുന്നവരെല്ലാം നമ്മൾ ഓരോ നാട്ടുകാരായിരുന്നു. നമ്മുടെ എന്തെങ്കിലും വെച്ചൊക്കെ കണ്ടുകൊടുക്കും. കുറച്ച് പേരൊക്കെ അതിനകത്ത് കണ്ടുകൊണ്ടേ കുറെ പേരുണ്ട്. ചിലപ്പോൾ പുതിയതായിട്ട് ഇവിടെ തന്നെ കണ്ടിട്ട് എല്ലാവർക്കും അറിയാം, എവിടെ തന്നെ കണ്ടിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ പെട്ടെന്ന് എന്റെ രൂപത്തിൽ വ്യത്യാസം വന്നുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. പറയുമ്പോൾ അറിയാം. എന്തായാലും എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. ഇത് ഇങ്ങനെ നിലനിന്നോട്ടെ. ടീച്ചർ പറഞ്ഞു തന്നിട്ട് നമ്മൾ എത്ര ഡാൻസ് ഉണ്ടായിരുന്നാലും അത് 4 പേർക്ക് മാത്രം എനിക്ക് തരാൻ പറ്റിയത്. മോശമായിട്ടൊക്കെ 100 പേരുള്ള ഒരു പക്ഷെ നമ്മുടെ ഈ ഒരു എനിക്ക് കുറച്ചും ആൾക്കാരെ എടുത്ത് വരണമായിരുന്നു. കാരണം എനിക്ക് അത് കാരണം നമ്മളെല്ലാം നല്ല താല്പര്യങ്ങളിൽ ചിന്തിക്കുന്നവരാണ്. ടീച്ചർ പറഞ്ഞതൊക്കെയാണ്. അതൊന്നുമല്ല, നമ്മളിപ്പോഴും ഇവിടെ വരുമ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളാണ്. നമ്മുടെ ഈ ഒരു ജനറേഷൻ വരെ നമുക്ക് നമ്മളിനി 50 അല്ല 80 വയസ്സായാലും നമുക്ക് എടാൻ പോകണം ആ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മുടെ ഇനി വരുന്ന നമ്മുടെ മക്കൾക്ക് ആ ഒരു ജനറേഷനിൽ ഈ ഒരു ബോണ്ടൊന്നും കാണുന്നില്ല. കാരണം അവർക്ക് ഈ ഹൈഫൈ മാത്രമേ കാണുന്നുള്ളൂ. അവര് ഇന്നൊരു ഫ്രണ്ടിനെ കിട്ടുന്നൊക്കെ നമ്മൾ അത് നേരെയാവും. പക്ഷെ നമ്മളിവിടെ എത്ര കൊല്ലം കഴിഞ്ഞാലും എവിടെ വെച്ചുണ്ടാക്കും എന്തെങ്കിലും പഠിച്ചതിനെ ആ ഒരു റിലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് തന്നെയാണ് വലിയൊരു കാര്യം. അതുകൊണ്ട് എല്ലാവരും ഇനി അടുത്തൊരു റീയൂണിയനുകൾ വയ്ക്കുമ്പോഴത്തേക്ക് കുറെ ആൾക്കാർ ഇതിനോട് ആഡ് ചെയ്ത് നോക്കാം. എനിക്ക് വരാൻ പറ്റുന്നുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ട്. എന്തായാലും മാക്സിമം ഞാനും വരാറുണ്ട്. ഓക്കെ. ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട്. വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. കാരണം നീണ്ട 25 വർഷങ്ങൾക്ക് മുന്നേ ഈ സ്കൂൾ അങ്കണം വിട്ടുപോയവരാണ് നമ്മൾ. പക്ഷെ അതിനുശേഷവും അതേ ഒരു ബോണ്ടിങ്, ചിലപ്പോൾ അതിൽ കൂടുതലൊരു ബോണ്ടിങ്ങോടുകൂടി നമ്മൾക്ക് ഇവിടെ ഒത്തുചേരാൻ കഴിഞ്ഞു. ഇവിടെ വന്നു ചേർന്നവർ ഭാഗ്യവന്മാരാണ്, വന്നു ചേരാത്തവരുടെ ഭാഗ്യക്കേടാണെന്ന് ഞാൻ പറയുന്നു, അല്ലേ? അപ്പോൾ എന്നിരുന്നാലും മുന്നേ അച്ഛനെ പറഞ്ഞ പോലെ ഇനിയും നമ്മൾക്ക് ഇതുപോലെയുള്ള ഗാദറിങ്സ് വേണം. അറ്റ്ലീസ്റ്റ് ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഇങ്ങനൊരു പരിപാടി വിജയകരമാക്കാൻ ഇതിൽ തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത കൂട്ടുകാർക്ക് വളരെയധികം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. കാരണം വളരെയധികം കാലങ്ങൾക്ക് ശേഷമാണ് ടീച്ചേഴ്സിന്, പഴയ ടീച്ചേഴ്സിന് എന്നെ ഓർമ്മയുണ്ടെന്ന് അറിയില്ല, 5 SD 10 Cയിലാണ് പഠിച്ചത്. ചേച്ചി അജന്ത SB 3 വർഷം മുന്നേ, അല്ലെങ്കിൽ 3 വർഷം മുന്നേ 10 കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പുറകെ സംസാരിക്കുന്നവരുടെ പേര് ഞാൻ എഴുതട്ടെ. കാരണം ഞാനൊരു 7 വർഷം ക്ലാസ് ലീഡറായിരുന്നു. സംസാരിക്കുന്നവരുടെ പേര് ഞാൻ എഴുതാൻ പോവുകയാണ്. എന്നിട്ട് ടീച്ചേഴ്സിന് ലിസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യും. അതെ, അതിന് സാറന്മാർക്ക് കുറച്ച് കാലമായി എന്തെങ്കിലും ഒരു കൊച്ചിന് പണിഷ്മെന്റ് കൊടുക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. സാറന്മാരും വളരെയധികം നല്ല എന്താ പറയുന്നത്, ഒരു ശിക്ഷ കൊടുക്കാനുള്ള മൂടിലാണ്. പിറകെ നിൽക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിന്ന് പ്രിപ്പയർഡൊന്നും അല്ല, പക്ഷെ എങ്കിലും പ്രശസ്തനായ ഒരു റഷ്യൻ പോയറ്റ് ആൻഡ്രി മോർഫിയുടെ വിശ്വവിഖ്യാതമായ ഒരു ഗാനം ആലപിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പാടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുക റഷ്യൻ ഗാനം എങ്ങനെ പാടുന്നു? വളരെ സിമ്പിളാണ്.
തുടങ്ങട്ടെ. ഒന്നാം മല കേറിയപ്പം തലയിൽ കുത്തി വീണു, രണ്ടാം മല കേറിയപ്പം തലയിൽ കുത്തി വീണു, മൂന്നാം മല കേറിയപ്പം തലയിൽ കുത്തി വീണു, നാലാം മല കേറിയപ്പം തലയിൽ കുത്തി വീണു. അല്ലയോ അറിയില്ല. അഞ്ചാം മല കേറിയപ്പം തലയിൽ കുത്തി വീണു. 25 വർഷം കഴിഞ്ഞു. എല്ലാവരുടെയും എനർജി ലൂസായി. ആറാം മല കേറിയപ്പം തലയിൽ കുത്തി വീണു. പത്തിലോട്ട് കടന്നു കയറണം. ഏഴാം മല കേറിയപ്പം തലയിൽ കുത്തി വീണു. വേറെ ജോയിൻ ചെയ്യാം. എട്ടാം മല കേറിയപ്പം തലയിൽ കുത്തി വീണു. ഒമ്പതാം മല കേറിയപ്പം ഞാൻ 10 പഠിച്ചത്. എന്റെ ഫാമിലി ഹസ്ബൻഡ് കൃഷിയാണ്. മക്കൾ 2 ആൺപിള്ളേരാണ്. മൂത്ത ആള് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്നത്, ഇളയാള് +1. ഞാൻ ഹൗസ് വൈഫാണ്. പിന്നെ എന്നെ ഇവിടെ രണ്ടാമതി സാറ്, സുരേഷ് സാറ്, മധു സാറ് എല്ലാവരും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരാൾ 6ാം ക്ലാസ്സിലേക്ക്, ഒരാൾ കോളേജിൽ പോകുന്നുണ്ട്. എനിക്ക് ജോലിയുണ്ട്. കഴിയുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ MA 10 സീലായിരുന്നു. ഞാൻ ടീച്ചറെ പറഞ്ഞതുപോലെ വന്നപ്പോഴേ നോക്കുന്നു, ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന്. ബാക്കി എല്ലാവരും പരിചയമുണ്ട്. ഞാൻ അടുത്തിരുന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. ഞാൻ മധുസാറിന്റെ ജീവരാജ് സാറിനെ കണ്ടിരുന്നു. ജീവരാജ് സാറിന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോഴെനിക്ക് ശരിക്കും സന്തോഷം തോന്നി. സാറിന് ക്ലാസ്സിലിരിക്കാൻ വലിയ സന്തോഷമാണ്. പണ്ട് ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ സാറിന് ക്ലാസ്സിലിരിക്കുക വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ആ ക്ലാസ് വീണ്ടും കേൾക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായിരുന്നു. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. എനിക്ക് 2 മക്കളാണ്. ഒരു മോനും ഒരു മോളും. മോൻ 10ലും, മോൾ 1ാം ക്ലാസ്സിലാണ്. എൻ്റെ പേര് സെറ്റ, മണപ്പൂരാണ്. ഞാൻ സീലാണ് പഠിച്ചത്. സാറിനെ എനിക്കറിയാം. നമസ്കാരം. എൻ്റെ പേര് ആതിരാദേവി. ഞാൻ 10 സീലാണ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ എല്ലാ അധ്യാപകരെയും കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് കാണുന്നത്. ടീച്ചർ പഠിച്ച് ടീച്ചറിനെ കാണുന്നുണ്ട്. പിന്നെ 2-3 റീയൂണിയേഴ്സൊക്കെ കണ്ടക്ട് ചെയ്താൽ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതിൻ്റെ വലിയ സന്തോഷം. ഒരുപാട് ഫ്രണ്ട്സിനെ വീണ്ടും കാണാൻ പറ്റി. പിന്നെ ഞാനിപ്പോൾ ബേസിക് ടീച്ചറായി വർക്ക് ചെയ്ത് നിങ്ങളുടെ സ്കൂളിലാണ്. ഇതൊക്കെ തന്നെ വിശേഷം. ശ്രീജ 10 സീലായിരുന്നു പഠിച്ചിരുന്നത്. ബീന ടീച്ചർ ഒഴികെ ബാക്കി എല്ലാ അധ്യാപകരുടെയും ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ബീന ടീച്ചറിന്റെ ക്ലാസ്സായിരുന്നു. ഇന്റേൺഷിപ്പിന് വന്നപ്പോൾ, ഇവിടെ ഇന്റേൺഷിപ്പ് ലഭിച്ച് ഈ സ്കൂളിൽ വന്നപ്പോൾ ഏത് ക്ലാസ് ചോദിച്ചാലും ബീന ടീച്ചറിന്റെ ക്ലാസ്സായിരുന്നു എനിക്ക് കിട്ടിയത്. എല്ലാ ക്ലാസ്സും എടുക്കാൻ ടീച്ചർ പൂർണ്ണമായി ടീച്ചറിന്റെ ടൈം ടേബിൾ ഉൾപ്പെടെ എനിക്ക് നടന്നുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഞാനിപ്പോൾ LPS കോളേജ് LPSലെ അധ്യാപകയായിട്ട് വർക്ക് ചെയ്യുന്നു. 2 മക്കള് മോൾ 6ലും മോൾ UKGയിലും പഠിക്കുന്നു. ഹസ്ബൻഡിന്റെ ബിസിനസ് ആണ്.
നമസ്കാരം. ആദ്യമേ ഈ ഒരു റീയൂണിയൻ അറേഞ്ച് ചെയ്ത പ്രിയ സഹപാഠികൾക്ക് നന്ദിയും അഭിനന്ദനവും അറിയിക്കട്ടെ. പിന്നെ എല്ലാ അധ്യാപകരെയും ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്. സാറ് എന്നെ പറയുന്ന സ്കൂളിൽ ഇടയ്ക്ക് വന്നിരുന്നു. എല്ലാവരെയും സ്കൂൾ കഴിഞ്ഞിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ഞാൻ പാലക്കാട് യൂണിവേഴ്സിറ്റി അധ്യാപികയാണ്. താമസിക്കുന്നത് പന്നേറയാണ്. ഹസ്ബൻഡ് തൊട്ടടുത്ത യൂണിവേഴ്സിറ്റി അധ്യാപകനാണ്. ഒരു മകള് ഈ സ്കൂളിൽ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ സന്തോഷം, നല്ലൊരു ദിവസം. എല്ലാ അധ്യാപകർക്കും ആയുരാരോഗ്യം നേരുന്നു. സാറിനെ എനിക്കൊന്ന് ഇടയ്ക്കൊക്കെ ട്രെയിനിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഓഫീസ് പോകുന്ന സമയത്ത് സാറിനെ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്. പിന്നെ സുരേഷ് സാറ് നമ്മുടെ നെയ്ബറൊക്കെ ആയതുകൊണ്ട് സാറിനെ പലപ്പോഴും കാണാറുണ്ട്. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ ഒരു റീയൂണിയൻ വരുന്നത്. എല്ലാവരെയും കണ്ട് സംസാരിക്കാൻ കഴിയുന്നത് ഒരുപാട് സന്തോഷം. എൻ്റെ പേര് രാകേഷ് എന്നാണ്. ഞാൻ 10 സിയിലാണ് പഠിച്ചിരുന്നത്. സ്കൂളിലെത്തി സ്കൂളിൽ പഠിച്ചാൽ ഫേസ് എല്ലാവരുടെയും മാറി. അതുകൊണ്ട് ഓരോരുത്തരെയും പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നില്ല. മുഖാവധിയെ മാത്രമേ പറയുള്ളൂ. പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് മാത്രമായിരിക്കില്ല, അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 17 വർഷമായിട്ട് അഭിഭാഷകർക്ക് ജീവിക്കുന്നതാണ്. കുടുംബമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. 2 കുട്ടികളാണ്. മൂത്തയാൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയാള് ബ്രേക്ക് രീതിയിലായതേ ഉള്ളൂ. വൈഫ് CRPF മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ കുടുംബജീവിതവും പ്രൊഫഷണൽ ജീവിതവുമായിട്ട് ഇങ്ങനെ പോകുന്നു. കുറേ തന്നെയെല്ലാം ഇടയ്ക്ക് പല കാര്യങ്ങളിലായി കാണാറുണ്ട്. പല സ്ഥലങ്ങളിൽ വെച്ച് സൗഹൃദങ്ങൾ കിട്ടാറുണ്ട്. എങ്കിലും ഇത്തരത്തിൽ ഒരു അവസരം കുറേ നാളുകൾക്ക് ശേഷമാണ് കിട്ടുന്നത്. ഇതുതന്നെ ഇത്തരത്തിൽ അവസരം ഉണ്ടായാൽ ഒരുക്കി എല്ലാവരോടും വളരെ നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും അത് എൻ്റെ അതിയായ സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും എൻ്റെ നന്ദി സന്തോഷം അറിയിക്കുന്നു. ഞാൻ 10ലാണ് പഠിച്ചത്. എന്നെ പഠിപ്പിച്ച അധ്യാപകരാരും ഇല്ല, എങ്കിലും ഇവിടെ വന്നിട്ടുള്ള എല്ലാ അധ്യാപകർക്കും നന്ദി. കാണാൻ സാധിച്ചത് വളരെ സന്തോഷമാണ്. ഒരു ടീച്ചറിനെ ആദരിക്കാനുള്ള അവസരം കിട്ടി സന്തോഷിക്കുന്നു. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും കാണാൻ പറ്റി, അത് വളരെ സന്തോഷമാണ്. സമയം ഒത്തുകൂടാൻ പറ്റിയല്ലോ, എൻ്റെ കണ്ടിരുന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാനിപ്പോൾ PSC ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഒരു 2013 എൻ്റെ ഇതേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അതെനിക്കൊരു വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ എല്ലാവർക്കും നന്മകൾ മാത്രമേ എൻ്റെ ടീച്ചേഴ്സിനെയും സാറന്മാരെയും കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഇവരെ സാറിനെ ഇടയ്ക്ക് ഒരു ദിവസം കണ്ടായിരുന്നു പഞ്ചായത്തിൽ വെച്ചിട്ട്. സുരേഷിനെ സാറിനെയും ലളിതമായി ടീച്ചറിനെയും കാണാനുണ്ട്. ഇപ്പൊ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മേഖല മതസാഹിത്യ മേഖലയാണ്. പിന്നെ മുരളീധരൻ സാറിനെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ എല്ലാവരും ഇവിടെ കൂടിയതിൽ വളരെ സന്തോഷമുള്ളതുകൊണ്ട് ഒരു വാക്കുകളും കിട്ടുന്നില്ല സംസാരിക്കാനായിട്ട്. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അനിയത്തിയാണ്. അവള് ഇവിടെ പഠിച്ചതാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ്. പിന്നെ എനിക്കൊരു മകനുണ്ട്. മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിപ്പോൾ
ഒരു പെയിന്റ് ഡ്രോയിങ് ആർട്ടിസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ ചെറിയൊരു ഡ്രോമറാണ്. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഐറ്റിയിൽ പഠിപ്പിച്ചിരുന്നു. അതിനുശേഷം കുറേ കാലം ഗൾഫിലായിരുന്നു. അങ്ങനെ ആ കരിയർ പിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. പിന്നെ അതിനുശേഷം ഇപ്പം ഞാൻ ഫുൾ ടൈം എൻ്റെ പാഷനായ ഡ്രോയിങ്ങിലും അതിലാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇത് കുട്ടികളെല്ലാം വെച്ചത് വളരെയധികം സന്തോഷവും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്കൊരു വലിയ ഭാഗ്യമായി കരുതുന്നു. എൻ്റെ പേര് ഞാൻ 10 പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ എത്താൻ കഴിഞ്ഞതിലാണ്. ഒട്ടും വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. പഴയ കൂട്ടുകാരെ കണ്ടതിൽ വളരെയധികം സന്തോഷം. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. മോൻ +2 മോളിലാണ് പഠിക്കുന്നത്. ടീച്ചറിനെ ആയാലും സാറിനെ കണ്ടതിൽ വളരെയധികം സന്തോഷമാണ്. നന്ദി. അതിനൊരു ഞാൻ 10 പഠിച്ചാണ് ഞാനിപ്പോ ടീച്ചർമാരെ ടീച്ചർമാരെല്ലാവരും പഠിപ്പിച്ച നമുക്ക് അങ്ങനെയുള്ള സംഭവമുണ്ട്. ഓക്കെ, ഇതൊക്കെ നല്ല സംഭവം പോകും. ഇതൊക്കെ നല്ല ചെയ്തു എല്ലാവരും കണ്ടെങ്കിൽ ഇടയ്ക്ക് മാറുന്ന കാര്യം നല്ല കെട്ടാണ് തന്നെ കാണും. ടീച്ചറെ കാണില്ല. നിങ്ങൾ പണ്ടുകൊണ്ടാൻ തോന്നുന്നു. ഹലോ 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 എൻ്റെ പേര് അജീഷ്. ഞാൻ 10 എക്സിലായിരുന്നു പഠിച്ചിട്ടുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചർ സുരേഷ് കുമാർ സാറായിരുന്നു. ഞാനിപ്പോൾ ദുബൈയിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ ഒരു റിസോർട്ട് നടത്തുന്ന വർക്കാണ്. പുതിയൊരു പ്രോജക്റ്റ് 3 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അത് റിസോർട്ടാണ്. എൻ്റെ മക്കൾ 2 സ്കൂളാണ് പഠിക്കുന്നത്. മൂത്ത മോൻ 10ാം ക്ലാസ്സിലും മകൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എവിടെ കാണാം എല്ലാവരും കാണാൻ